ഹായ് ഫ്രണ്ട്സ്, സെനിത്ത് അക്കാഡമിയുടെ സക്സസ് സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കേരള PSC ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 തസ്തികയിൽ തിരുവനന്തപുരം ജില്ലയിൽ 6ാം റാങ്ക് നേടിയ ഗായത്രി ചന്ദ്രനോടൊപ്പമാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഗായത്രിക്ക് ഞാനൊരു ഹ്യൂജ് കൺഗ്രാറ്റ്സ് നേരുന്നു. ഓക്കെ, ഗായത്രി അപ്പോൾ എവിടെയാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പഠിച്ചിരുന്നത്? പബ്ലിക് ഹെൽത്ത് ട്രെയിനിങ് സെന്റർ ട്രിവാൻഡ്രത്താണ് പഠിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മളെ പറ്റി സെനിത്ത് അക്കാഡമിയെ പറ്റി എങ്ങനെയാണ് അറിഞ്ഞത്? ഞാൻ DHESയുടെ കോഴ്സ് കഴിഞ്ഞപ്പം PSCക്ക് എവിടെ ജോയിൻ ചെയ്യുന്നത് ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. അങ്ങനെയാണ് ഞാൻ അഷ്റഫ് സാറിൻ്റെ ഓറിയന്റേഷൻ ക്ലാസ് കാണാൻ ഇടയായത്. അപ്പം ഞാൻ വിചാരിച്ച് അവിടെ ജോയിൻ ചെയ്യാമെന്ന് കരുതി. എന്നാലും എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് കൺഫ്യൂഷൻ മാറിയില്ല. ചെറിയ രീതിയിൽ വീണ്ടും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ആദ്യമായിട്ട് ഒരു PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പം ഓൺലൈൻ കോഴ്സ് ചൂസ് ചെയ്താൽ അത് എങ്ങനെ ആയിരിക്കും, നമുക്ക് മാക്സിമം എഫേർട്ട് അതിലേക്ക് ഇടാൻ കഴിയുമോ, കൂടാതെ തന്നെ നമുക്ക് ക്ലാസ്സിലെല്ലാം പ്രോപ്പറായിട്ട് പങ്കെടുക്കാൻ കഴിയുമോ എന്ന് ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ ജോയിൻ ചെയ്ത് ഫസ്റ്റ് ക്ലാസ് കയറിയപ്പോൾ തന്നെ ആ ഡൗട്ടെല്ലാം ക്ലിയർ ആയി. കാരണം അത്രയ്ക്ക് നല്ല മികച്ച രീതിയിലുള്ള ക്ലാസ് ആയിരുന്നു. പിന്നെ എടുത്ത് പറയുകയാണെങ്കിൽ അല്ലമി സാറിൻ്റെ ക്ലാസ്സസും അതുപോലെ തന്നെ അനാട്ടമി കൃപ മാഡത്തിൻ്റെ ക്ലാസ്സും വളരെ നല്ല രീതിയിലുള്ളതും നമുക്ക് എപ്പോഴും അത് കാണാൻ ഭയങ്കര താല്പര്യമായിരുന്നു. ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഡെഡിക്കേഷൻ്റെ കാര്യങ്ങളും. ഇപ്പം പറയുകയാണെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം വന്നപ്പോൾ തന്നെ ഓരോ ജില്ലയിലും ഇൻ്റർവ്യൂ കഴിയുമ്പം കറക്റ്റായിട്ട് ഓരോ കുട്ടികളോടും ചോദിച്ചിട്ട് പ്രോപ്പറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം സെനത്തിൻ്റെ ആപ്പിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത്രയും ഡെഡിക്കേഷനോടെ വേറെ ആരും ഇത്രയും നല്ല രീതിയിൽ ഓരോ ക്വസ്റ്റ്യൻസും അപ്ഡേറ്റ് ചെയ്യത്തില്ലെന്ന്. അപ്പോൾ അത് എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ ഞാൻ കൂടുതൽ ലൈവ് ക്ലാസ്സാണ് കണ്ടിരുന്നുള്ളത്. പിന്നെ എല്ലാ ക്വസ്റ്റ്യൻസും മാക്സിമം വർക്കൗട്ട് ചെയ്യുമായിരുന്നു. ഇതുവരെ നടത്തിയ എല്ലാ വീക്കിലി എക്സാമും അതുപോലെ തന്നെ മന്ത്ലി എക്സാമും നല്ലപോലെ കയറി അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പം ഗായത്രിക്ക് ഇപ്പം NCAയുടെ ലിസ്റ്റിലും 2ാം റാങ്ക് ആലപ്പുഴയിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറായി. ആള് ഡിഗ്രി കെമിസ്ട്രി ആണ് അല്ലേ? അപ്പോൾ നമ്മുടെ തന്നെ 4 കുട്ടികൾക്ക് RRB ക്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. വയനാട് 2ാം റാങ്ക് കിട്ടിയ ഫിറോസ് ഉണ്ട്, അതുപോലെ അനന്തു ഉണ്ട്, പിന്നെ മേഘ എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, പിന്നെ കോഴിക്കോടുള്ളൊരു സ്റ്റുഡൻറ്റ്. 4 പേർക്ക് RRB ക്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കോച്ചിങ് കൊണ്ട് ഇതേ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറിന് അടുത്ത് അതേ മെറ്റീരിയൽ വെച്ചിട്ട് അവർ പ്രിപ്പയർ ചെയ്തതാണ്. വലിയ നേട്ടം തന്നെയാണ്. NCAയും ക്രാക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് നിസ്സാരമല്ല. ഈ ഒരു പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറിൽ തിരുവനന്തപുരം ജില്ലയിലാണ് 6ാം റാങ്ക് നേടിയിരിക്കുന്നത്. നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഗായത്രി. നമ്മളാണെങ്കിലും ഞാനൊരു കോർഡിനേറ്റർ എന്ന നിലയ്ക്കാണെങ്കിൽ പോലും ഇവരെ ഓരോരുത്തരെയും എനിക്ക് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ എക്സാം നടക്കാൻ നേരവും ഇവരുടെ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. പല ടെസ്റ്റുകളിലും ഗായത്രിക്ക് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗായത്രിയുടെ ഈ ഒരു നേട്ടം ഗായത്രി എങ്ങനെയാണത്, ആർക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുക ഫാമിലിയിൽ? ഇപ്പം ഞാൻ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീം ആയിരുന്നു. എന്ന് വെച്ചാൽ 14 ജില്ലകളിലും വേറൊരു ജില്ലയിൽ വെച്ചാലും എനിക്ക് ഇത്രത്തോളം ഒരു എന്താ പറയുക, ഒരു ഡ്രീം കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പം നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ ഞാൻ ആദ്യമേ തീരുമാനിച്ചു ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റേ വയ്ക്കത്തുള്ളൂ. അപ്പോൾ അതിൽ എനിക്ക് 6ാം റാങ്ക് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അത് കിട്ടാൻ ട്രിവാൻഡ്രം ജില്ലയിൽ കിട്ടിയാണെങ്കിൽ കുറച്ചും കൂടി എൻ്റെ ഡ്രീം കുറച്ചും കൂടി ട്രൂ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം എനിക്ക് അതായത് എനിക്കിപ്പം നമ്മുടെ ഫാമിലിയിലെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എൻ്റെ അച്ഛനും അമ്മയാണ്. അപ്പം വേറെ പ്രത്യേകിച്ച് ഞാൻ മോട്ടിവേറ്റ് ചെയ്ത് വേറെ ഇപ്പം ഗവൺമെൻറ് ജോലി അച്ചീവ് ചെയ്യണം അങ്ങനെയൊന്നും പറഞ്ഞുതരാൻ ആരുമില്ല. അപ്പം എൻ്റെ അച്ഛനും അമ്മയാണ് ഇതിൽ ഏറ്റവും വലിയ ഫാക്ടർ ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ എൻ്റെ ഈ 6th റാങ്ക് എനിക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് എൻ്റെ അച്ഛനും അമ്മയാണ്. അതുകൊണ്ട് ഞാൻ ഈ ഗിഫ്റ്റ് അവർക്ക് വേണ്ടി സമർപ്പിക്കുന്നത് എനിക്ക് വളരെയധികം നന്ദിയാണ് അറിയിക്കാനുള്ളത്. സെനിത്ത് അക്കാദമിയുടെ ഓരോ ടീം മെമ്പേഴ്സിനോടും താങ്ക് യു സോ മച്ച്. ഓക്കെ.